ഇന്ന് നമുക്ക് ഉള്ളിത്തീയൽ തയ്യാറാക്കാം. അതിന് ഉള്ളി ചെറുതായിട്ട് 2 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിനുള്ള തേങ്ങ, അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തേങ്ങ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കാമെങ്കിൽ തേങ്ങയെല്ലാം ഒരുപോലെ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു, അതിൻ്റെ തൊട്ട് തേങ്ങ ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ചെറുതീയിൽ നമുക്ക് വറുത്തെടുക്കാം. ബ്രൗൺ നിറമാകുന്നിടം വരെ കരിഞ്ഞു പോലെ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയിട്ട് ഒന്നുകൂടെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. പച്ചമണമെല്ലാം മാറി വരണം, നല്ലതായിട്ട് മൂത്ത് കിട്ടണം, എന്നാൽ കരിഞ്ഞു പോവല്ലേ. അപ്പോൾ അത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു, ഉപ്പും കൂടി ഇട്ട് വഴനാനായിട്ട് വെച്ചു. അന്നേരത്തേക്ക് തണുക്കാൻ വെച്ചിരിക്കുന്ന മസാലയെല്ലാം കൂടെ നമുക്ക് ഒന്ന് വറുത്ത് വെച്ചിരിക്കുന്ന മസാല നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ അരച്ചെടുക്കാം. അപ്പോൾ ഈ ഉള്ളിയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടെ ചേർത്ത് തുറന്ന് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇരിക്കും തോറും ഇത് കുറവും. ഒരു 5 മിനിറ്റ് നമുക്ക് ചെറുതീയിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം.